അയൽവാസി എന്ന് പറയുന്നത് 3 വിഭാഗമാണ്. നമ്മുടെ അയൽപക്കം എന്ന് പറയുന്നത് 3 വിഭാഗമാണ്. ഒന്ന്, 3 അവകാശമുള്ള ആളുകളുണ്ട്. എന്താ 3 അവകാശം എന്ന് പറയുന്നത്? ഒന്ന്, അയാള് കുടുംബ ബന്ധമുള്ളവനായിരിക്കും. അതുപോലെ തന്നെ അയാൾ മുസ്ലിം ആയിരിക്കും. അതേ രൂപത്തിൽ അയൽവാസിയുമായ ആള്. അപ്പൊ കുറച്ചും കൂടി കൂടുതൽ ബന്ധം നമ്മൾ സ്ഥാപിക്കേണ്ടി വരുന്നുണ്ട് എന്നർത്ഥം. കുടുംബ ബന്ധം അവിടെ പാലിക്കപ്പെടണം. അതേപോലെ തന്നെ അയൽപക്ക ബന്ധങ്ങളും അവിടെ പാലിക്കപ്പെടേണ്ടതുണ്ട്. രണ്ടാമത്തത്, മുസ്ലിമായിരിക്കും, അയൽവാസിയുമായിരിക്കും. കുടുംബ ബന്ധമില്ലാത്ത മുസ്ലിമായ അയൽവാസിയായിരിക്കും. മൂന്നാമത്തത്, മുസ്ലിമാവുകയില്ല, കുടുംബ ബന്ധമുണ്ടാവുകയില്ല, പക്ഷെ അയൽവാസിയാണ്. അമുസ്ലിമീങ്ങളായ ആളുകൾ ഉണ്ടായിരിക്കും. ആരായാലും ശരി, അയൽവാസി എന്ന നിലയിൽ ബന്ധം സ്ഥാപിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട ഹദീസുകളും ആയത്തുകളും ഇവർക്കെല്ലാവർക്കും ബാധകമാകുന്ന രൂപത്തിലാണ് എന്നത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അയൽവാസികളുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കപ്പെട്ട ഹദീസുകൾ നിരവധിയാണ്. സാധാരണ നമ്മൾ അയൽവാസികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ആകെ നമുക്കൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറ് നിറയെ ഉണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നൊരു ഹദീസ് മാത്ര. അതിനപ്പുറം വളരെ ഗൗരവത്തോടുകൂടിയുള്ള ഒട്ടനേകം കാര്യങ്ങള് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം അവിടുന്ന് പറയുന്നുണ്ട്. അന്നിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ സാല ജിബ്രീലു യൂസീനി ബിൽ ജാർ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അയൽവാസിയുടെ കാര്യത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. എനിക്കിങ്ങനെ വസിയ്യത്തുകൾ നിരന്തരമായി ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഹത്താ ളനന്തു അന്നഹു സയുവരിസുഹു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അനന്തര സ്വത്തിനു പോലും അയൽവാസി അവകാശിയാകുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. എൻ്റെ അനന്തര സ്വത്ത് എൻ്റെ മക്കൾക്കും അടുത്ത കുടുംബങ്ങൾക്കുമൊക്കെയായി ഞാൻ വീതിച്ചു കൊടുക്കേണ്ട, അല്ലെങ്കിൽ എൻ്റെ കാലശേഷം വീതിക്കപ്പെടുന്ന അനന്തര സ്വത്തിൽ പോലും എൻ്റെ അയൽവാസികൾക്ക് അവകാശമുണ്ടാകുമോ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ അയൽവാസികളുമായി ഉണ്ടായിരിക്കേണ്ട ബന്ധം, അതിൻ്റെ വലുപ്പത്തെക്കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് എനിക്ക് ഉപദേശങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇത്രമാത്രം ഹദീസുകള് ആ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്രമാത്രം ബന്ധം, ഇത്രമാത്രം കടമകള് തൻ്റെ അയൽവാസികളുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസിക്ക് ഉണ്ട് എന്നതാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു നല്ല അയൽവാസിയാവുക എന്ന് പറയുന്നത് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന മഹത്തായ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് എന്നുവരെ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, അർബഉം മിനസ് സആദ, 4 കാര്യങ്ങൾ അത് സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് എന്നാണ്. അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്.
4 കാര്യങ്ങൾ പറയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഒന്ന് അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു ഭാര്യ, അല്ലേ? സ്വാലിഹത്തായ ഒരു ഭാര്യ ആവുക എന്നുള്ളതും അത് ഒരാൾക്ക് ലഭിക്കുക എന്ന് പറയുന്നതും അവനവന്റെ ജീവിതത്തിലെ വലിയ സൗഭാഗ്യമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ. രണ്ടാമത് പറഞ്ഞു വൽ മസ്കനുൽ വാസിഉ, വിശാലതയുള്ള വീട്. വിശാലതയുള്ള വീട് എന്ന് പറഞ്ഞ ഒരുപാട് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവണം എന്നല്ല ഈ പറയുന്നത്. മറിച്ച് അവിടെ ഒരു സമാധാനം ഉണ്ടാവണം, അവിടെ ശാന്തി ഉണ്ടാവണം, അവിടെ ആരാധനാ കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കപ്പെടണം. സുന്നത്തായ നമസ്കാരങ്ങൾ നടക്കുന്ന, വിശുദ്ധ ഖുർആനിന്റെ പാരായണം നടക്കുന്ന, ഖുർആനിന്റെ പഠനം നടക്കുന്ന, ഇസ്ലാമികപരമായ അന്തരീക്ഷം ഉൾക്കൊള്ളുന്ന ഒരു വീട്, അത് ഒരാൾക്ക് ജീവിതത്തിൽ ലഭിക്കുക എന്നുള്ളതും സആദത്തിൽ പെട്ടതാണ്. മൂന്നാമത് അവിടെ നിന്ന് പഠിപ്പിച്ചു വൽ ജാറു സ്വാലിഹ്, നല്ല അയൽവാസി. നല്ല അയൽവാസി എന്നത് പ്രിയപ്പെട്ടവരെ അള്ളാന്റെ റസൂല് പറയാണ് മിനസ് സആദ, സൗഭാഗ്യത്തിൽ പെട്ടതാണ്. അതുപോലെ തന്നെ വൽ മർക്കബുൽ ഹനീ, ശാന്തമായ വാഹനം. ഇതൊക്കെ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു നല്ല അയൽവാസിയാവുക എന്ന് പറയുന്നത് സഹോദരങ്ങളെ ജീവിതത്തിൽ വലിയ നിഅമത്തുള്ള കാര്യമാണ്. പടച്ച റബ്ബിൽ നിന്ന് കിട്ടുന്നൊരു വലിയ നിഅമത്താണ്. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികള് ഈ വിഷയത്തിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. നോക്കൂ നിങ്ങള്, മഹാനായ താബിഈ പണ്ഡിതനായ അബ്ദുല്ലാഹിബ്നു മുബാറക് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, അദ്ദേഹത്തിന് ജൂതനായ ഒരു അയൽക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അയൽവാസി ഒരു ജൂതനായിരുന്നു. ഒരു ജൂതനായ അയൽക്കാരനുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഒരിക്കൽ ആ ജൂതൻ തന്റെ വീട് വിൽപ്പനയ്ക്ക് വെച്ചു. ജൂതൻ തന്റെ വീട് വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെയതാ ആ വീട് കാണാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഘം ആളുകള് അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുന്നു. അദ്ദേഹത്തോട് വില പറയാൻ ആവശ്യപ്പെടുന്നു. അദ്ദേഹം വില പറഞ്ഞു 2000 ദീനാർ. ആ സമയം വീട് വാങ്ങാൻ വന്നവര് പറഞ്ഞു 1000 ദീനാർ മാത്രമേ ഞങ്ങൾ ഇതിന് വില കാണുന്നുള്ളൂ. ഞങ്ങൾ ഇതിന് വില കാണുന്നത് വെറും 1000 ദീനാറാണ്. പിന്നെ നിങ്ങളെങ്ങനെ 2000 ദീനാർ പറയും? ആ ജൂതൻ മറുപടി കൊടുക്കുന്നുണ്ട്, ശരിയാണ്, 1000 ദീനാറാണ് വീടിന്റെ വില. പക്ഷേ എനിക്ക് ഈ വീടിന് ഏറ്റവും നല്ല ഒരു അയൽവാസിയുണ്ട്. ആ അയൽവാസിക്കാണ് 1000 ദീനാറിന്റെ വില. ഒരു നല്ല അയൽവാസിയെ കൂടി നിങ്ങൾക്ക് നൽകിയിട്ടാണ് ഈ വീട് നിങ്ങൾക്ക് ഞാൻ നൽകുക. മഹാനായ അബ്ദുല്ലാഹിബ്നു മുബാറക് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തെ കുറിച്ച് ഒരു ജൂതൻ പറയുകയാണ്, ഈ വീട് മാത്രമല്ല നിങ്ങൾക്ക് ഞാൻ നൽകുന്നത്, ഒരു നല്ല അയൽവാസിയെ കൂടി ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നോക്കൂ നിങ്ങള്, എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തിന് ഇങ്ങനെ, ആ ജൂതന് അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പറയാൻ സാധിച്ചത്? അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അയൽവാസിയായിക്കൊണ്ട്, അതേ ഒരു മുസ്ലിമായ വ്യക്തി തന്റെ അയൽവാസികളായ ആളുകളോട് ഏത് നിലയിൽ വർത്തിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട്
ആ വ്യക്തി അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് ജീവിച്ചു. അതുകൊണ്ടാണ് ജൂതൻ പോലും പ്രിയപ്പെട്ടവരെ ഇസ്ലാമിനോട് ഏറെ ശത്രുതയുള്ള ആളുകളാണ് ജൂതന്മാർ. ഒരു ജൂതനായ വ്യക്തി പോലും പ്രിയപ്പെട്ടവരെ ആ വീട് വിൽപ്പനക്ക് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാനൊരു നല്ല അയൽവാസിയെ കൂടി നൽകുന്നു, അതിനാണ് 1000 ദീനാർ വില അദ്ദേഹം കൂട്ടി പറയുന്നത് എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോ എത്ര നല്ല രൂപത്തിലായിരുന്നു നമ്മുടെ മുൻഗാമികള് ആ വിഷയത്തിൽ പ്രവാചകന്റെ വചനങ്ങളെ ജീവിതത്തോട് ചേർത്തു വെച്ചത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ അയൽവാസികളോട് നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമീപനമൊക്കെ അങ്ങനെ കടന്നു വരും. നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് പോലും എത്ര നാടുകളിലാണ് പലരും പ്രിയപ്പെട്ടവരെ മിണ്ടിയിട്ടില്ല. അതുപോലെ തന്നെ പരസ്പരം കണ്ടാൽ തിരിഞ്ഞു കളയുന്ന, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപദ്രവകരമാകുന്ന വിധത്തിൽ അതേ വീടുകളിൽ പല വിധത്തിലുള്ള ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന, ഒരുത്തന്റെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കൊണ്ടുവരാൻ വഴിയില്ലാത്തതിന്റെ പേരിൽ അയൽവാസിയായ വ്യക്തി വഴി കൊടുക്കാൻ തയ്യാറാവാതെ എത്രയാളുകളെയാ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുത്തന്റെ വീട്ടിലേക്ക് ആവശ്യമായ ഇലക്ട്രിക് ലൈന് വിടാൻ തന്റെ വീട്ടിലൂടെ സൗകര്യം ചെയ്തു കൊടുക്കാതെ കഷ്ടപ്പെടുത്തി ജീവിക്കുന്ന എത്രയെത്ര ആളുകളാ പ്രിയപ്പെട്ടവരെ നമുക്കിടയിലുള്ളത്. ഇവിടെയെല്ലാം ഈ വിഷയത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി അതാ ചരിത്രത്തിൽ മറ്റൊരു സംഭവം നമുക്ക് കാണുവാൻ സാധിക്കും. അതെന്താണെന്നറിയോ? ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വീട് വളരെ കുറഞ്ഞ വിലക്ക് വിൽപ്പന നടത്തുകയാണ്. വളരെ കുറഞ്ഞ വിലക്ക് അദ്ദേഹത്തിന്റെ വീട് വിൽക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തെ ആളുകൾ ആക്ഷേപിക്കാൻ തുടങ്ങി. ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് പറയാ, ഇയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഇത്ര വലിയ സൗകര്യങ്ങളോട് കൂടിയ ഒരു വീട് കുറഞ്ഞ വിലക്കാണല്ലോ അയാൾ കൊടുക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞ് അയാളെ ആക്ഷേപിക്കാൻ തുടങ്ങി. അതിനെ സംബന്ധിച്ച് അയാൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊരു കവിതയിലൂടെ കാണാം. യലൂമൂനനി അംബിഉ ബിർറുഖ്സി മൻസിലി വലം യഅലമു ജാറൻ ഹുനാക യുനഖിസൂ. ആളുകൾ അദ്ദേഹം പറയാ, ഞാൻ എൻ്റെ വീട് കുറഞ്ഞ വിലക്ക് വിറ്റതിന് അവരെന്നെ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ എൻ്റെ ജീവിതം ദുസ്സഹമാക്കുന്ന ഒരു അയൽക്കാരൻ അവിടെ ഉണ്ടെന്ന കാര്യം അവരറിയുന്നില്ല. അദ്ദേഹം പറയാണ്, ഫഖുൽതു ലഹും കുഫുൽ മലാമ ഫഇന്നമാ ബിജിറാനിഹാ തഗ്ലുദ്ദിയാറ വതർഖുസൂ. എന്നെ കുറിച്ച് നിങ്ങൾ ആക്ഷേപണങ്ങൾ, ആരോപണങ്ങൾ പറയുന്നത് നിങ്ങളൊന്ന് നിർത്തണേ. എന്നിട്ട് അദ്ദേഹം പറയാണ്, അയൽക്കാരെ അനുസരിച്ചാണ് വീടുകൾക്ക് വില കൂടുന്നതും കുറയുന്നതും. അയൽവാസിക്കനുസരിച്ചാണ് വീടിന്റെ വില കൂടുന്നതും കുറയുന്നതും. എന്ന് പറഞ്ഞാൽ നല്ല ഒരു അയൽവാസിയാണ് തൻ്റെ ഓരത്ത് താമസിക്കുന്നത് എങ്കിൽ എന്ത് കൊടുത്താലും അവിടുന്ന് പോകാൻ തോന്നൂല. ആ വീടിന് എത്ര തരാമെന്ന് പറഞ്ഞാലും അവിടെ നിന്ന് പോകാൻ തോന്നുകയില്ല. എന്നാൽ അയൽപക്കത്തുള്ളവർ ശരിയല്ലെങ്കിൽ ശാരീരികമായി കൊണ്ടും സാമ്പത്തികമായി കൊണ്ടും മാനസികമായി കൊണ്ടും പല വിധത്തിലുള്ള ഉപദ്രവങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റുപോയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക, അല്ലേ? അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഒരു നല്ല അയൽവാസി എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവനാവല് നിർബന്ധമുള്ള കാര്യമാണ്. അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ തേടി പ്രാർത്ഥിച്ച ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മളൊക്കെ അത് പ്രാർത്ഥിക്കാറുമുണ്ട്, അല്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് തുടങ്ങി കുറേ പ്രാർത്ഥനകളുണ്ട്.
ആ കൂട്ടത്തിൽ നിങ്ങളൊരു പ്രാർത്ഥന കേൾക്കണേ. അള്ളാന്റെ റസൂല് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരിസ്സൂഇ ഫീ ദാരിൽ മുഖാമാ. നാട്ടിലുള്ള അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രക്ഷ തേടി പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കും മാതൃകയായി പഠിപ്പിക്കപ്പെട്ടതാണ്. അതേ, ചീത്ത അയൽവാസിയിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജാരിസ്സൂ. ചീത്ത അയൽവാസിയിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത്, നമ്മുടേതായ ഷർറ് കൊണ്ട് നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്ന ഒരാളും അല്ലാഹുവിനോട് നമുക്കെതിരായ രൂപത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രാർത്ഥന നിർവഹിക്കാൻ പാടില്ല. ആ നിലക്ക് നമ്മൾ ഒരു നല്ല അയൽവാസിയാവണം. ഇനി മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്, ലാ തഖൂമുസ്സാഅതു ഹത്താ യദ്ഹറൽ ഫഹ്ശു വത്തഫാഹുഷ്. ഖിയാമത്ത് നാളിന്റെ അലാമത്തുകൾ പറയാ. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പ് ലോകത്ത് സംഭവിക്കാൻ പോകുന്ന കുറെ കാര്യങ്ങൾ അവിടുന്ന് പറഞ്ഞതെല്ലാം പ്രിയപ്പെട്ടവരെ നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമത്ത് നാള് സംഭവിക്കുന്നതിന് മുമ്പ് സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു, ഹത്താ യദ്ഹറൽ ഫഹ്ശ് വത്തഫാഹുഷ്, അല്ലെ ഹത്താ യദ്ഹറൽ ഫഹ്ശ് വത്തഫാഹുഷ്. ബോധപൂർവമുള്ള നെറികേടുകളും നീചവൃത്തിയും, അതുപോലെ തന്നെ വഖതിഅത്തുർ റഹിം, കുടുംബ ബന്ധം മുറിക്കലും, വസൂഉൽ മുജാവിറ, ചീത്ത അയൽപക്ക ബന്ധവും വ്യാപകമാകും. കുടുംബ ബന്ധം മുറിക്കല്, അതുപോലെ തന്നെ നെറികേടുകളും ബോധപൂർവമുള്ള മോശമായ പ്രവർത്തനങ്ങൾ. ആ കൂട്ടത്തിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ചീത്ത അയൽപക്ക ബന്ധം അത് വ്യാപകമാകും. അത്തരമൊരു സാഹചര്യം സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത്, അതായത് ഞാൻ ഒരു നല്ല അയൽവാസിയാണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച നിലക്കുള്ള എല്ലാ കാര്യങ്ങളും, അപ്പൊ നേരത്തെ ഞാൻ ഓതി വെച്ച ആയത്ത്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹബ്ബത്ത് ലഭിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് നമ്മളൊക്കെ പഠിച്ചത്. ആ മഹബ്ബത്ത് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമസ്കരിക്കുന്നത്, നോമ്പനുഷ്ഠിക്കുന്നത്, സകാത്ത് നൽകുന്നത്, ഹജ്ജ് നിർവഹിക്കുന്നത്, ഉംറ നിർവഹിക്കുന്നത്, എല്ലാം അതിനു വേണ്ടിയാണ്. എത്രത്തോളം അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞു തുടങ്ങിയ ആയത്തിന്റെ ബാക്കി ഭാഗമായിട്ടാണ് അയൽപക്ക ബന്ധം അത് നല്ല രൂപത്തിൽ നീ പുലർത്തണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. ഇന്ന് പലപ്പോഴും ഒരാൾ വീടെടുക്കുന്ന സമയത്ത് അവന്റെ വീടിന്റെ ചുറ്റുമതില് പോലും എന്ത് ചെയ്യാണ്, ഒരാളും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന നിലക്ക് ഒന്നും ചോദിച്ചുകൊണ്ട് ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന നിലക്കു തന്നെ, അതല്ല അവിടെയുള്ള സ്വകാര്യതകൾ കാണാതിരിക്കുക എന്നതൊക്കെയാണ് ലക്ഷ്യമെങ്കിൽ ആ വീട്ടിനകത്തുള്ള ഒരാളും പുറത്തിറങ്ങുമ്പോ ഇസ്ലാമികമല്ലാത്ത വേഷം ധരിച്ച് പുറത്തിറങ്ങാൻ പാടില്ല. പക്ഷെ അവര് പുറത്തേക്കിറങ്ങുന്ന സമയത്തൊക്കെ ഇസ്ലാമികമല്ലാത്ത വേഷം ധരിച്ച് ഔറത്ത് മറ്റുള്ളവർക്ക് കാണിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്നവരാ.
എന്നിട്ട് അവർ വീടെടുക്കുന്ന സമയത്ത് വലിയ ചുറ്റുമതിൽ കെട്ടിയത് ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊന്നും എനിക്ക് വേണ്ടതില്ല എന്ന നിലക്ക് സഹോദരങ്ങളെ ആ ബന്ധങ്ങളെല്ലാം തന്നെ ചുരുങ്ങി വരുന്ന ഒരു സാഹചര്യം. അവിടെയാണ് ഇത്തരം പ്രവാചക വചനങ്ങളെല്ലാം പ്രസക്തമാകുന്നത് എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അക്കമിട്ടുകൊണ്ട് ചില കാര്യങ്ങളാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയൽവാസികളുമായി ബന്ധം എത്രമാത്രം ശക്തമാക്കണം എന്ന്, അതിന് നൽകേണ്ട ഗൗരവം എത്ര വലുതാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ഹദീസ്, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങളെ കേൾപ്പിക്കുന്ന ഒന്നാമത്തെ ഹദീസ് അവിടുന്ന് പറയാണ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ സ്വഹാബത്തിന്റെ മുന്നിൽ സംസാരിക്കുമ്പോ അവിടുന്ന് 3 തവണ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയുമോ? വല്ലാഹി ലാ യുഅ്മിനു, വല്ലാഹി ലാ യുഅ്മിനു, വല്ലാഹി ലാ യുഅ്മിനു. അർത്ഥം നമുക്കറിയാമല്ലോ. റസൂലുള്ളാഹി പറയാണ്, അല്ലാഹയാണ് സത്യം, അല്ലാഹയാണ് സത്യം, അവൻ വിശ്വാസിയാവുകയില്ല, വിശ്വാസിയല്ല എന്ന് 3 തവണ റസൂലുള്ളാഹി പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, വമൻ യാ റസൂലല്ലാഹ്, ആരെ സംബന്ധിച്ച പ്രവാചകരെ താങ്കൾ ഇങ്ങനെ വിശ്വാസിയല്ല, വിശ്വാസിയല്ല, വിശ്വാസിയല്ല എന്നിങ്ങനെ അല്ലാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞത് ആരെക്കുറിച്ചാ എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോ അവിടുന്ന് പറയുന്നത് എന്താണ്? അല്ലദീ ലാ യഅ്മനു ജാറുഹു ബവായിഖഹു. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഏതൊരുവന്റെ ഉപദ്രവത്തിൽ നിന്ന് തന്റെ അയൽവാസി നിർഭയനാവുന്നില്ലയോ അവനാണ് വിശ്വാസിയാവാത്തത് എന്ന് പറഞ്ഞാൽ, എന്റെ അയൽവാസികൾക്ക് ഞാൻ മൂലം പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, എന്റെ ബാധ്യതകളിൽ വിള്ളൽ വരുത്തി എന്നിൽ നിന്ന് മാനസികമായി അല്ലെങ്കിൽ ശാരീരികമായോ സാമ്പത്തികമായോ ഏതെങ്കിലും നിലക്കുള്ള ഉപദ്രവങ്ങള് എന്റെ അയൽവാസികൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ ആരല്ല? ഞാൻ വിശ്വാസിയല്ല, ഞാൻ വിശ്വാസിയല്ല. ഞാൻ ആരാ? നമസ്കരിക്കുന്നവനാവാം, നോമ്പനുഷ്ഠിക്കുന്നവനാവാം, സക്കാത്ത് കൊടുത്തവനാവാം, ഞാൻ ഹാജിയാരാവാം, ഒക്കെ ആവാം. പക്ഷേ അള്ളാന്റെ അടുക്കൽ അവൻ വിശ്വാസിയാകുന്നില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഒരുപാട് ക്ലാസുകളിലൂടെ കേട്ട് പഠിച്ച ഒന്നുണ്ട്. നാം നിർവഹിക്കുന്ന ഏത് കർമ്മം അള്ളാഹ് സ്വീകരിക്കണമെങ്കിലും ഒരു കണ്ടീഷൻ എന്താണ്? മുഅ്മിനാവണം എന്നുള്ളതാണ്. വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ. 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 19-ാമത്തെ വചന. പരലോകമുദ്ദേശിച്ച് അതിനുവേണ്ടി അതിൻ്റെതായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നവൻ മുഅ്മിനാവണം. അപ്പോഴേ അല്ലാഹു ഏത് കർമ്മവും സ്വീകരിക്കുകയുള്ളൂ. അല്ലേ? മുഅ്മിനിന്റെ സ്വഭാവങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞ ഒന്നാണ്, അവൻ മൂലം അവന്റെ അയൽവാസി ഒരു പ്രയാസത്തിലും അകപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വർഗം ലഭിക്കുകയും നരകമോചനം ലഭിക്കുകയും ചെയ്യുന്നത് സത്യവിശ്വാസികൾക്കാണ് എന്നത്
വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ആ വിശ്വാസികളുടെ പ്രത്യേകതകൾ പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറയുന്ന ഒന്നാണ്, ഒരുവൻ വിശ്വാസിയാകുന്നത് അവൻ്റെ അയൽവാസി അവൻ മൂലം ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാൻ പാടില്ല. അവിടെയാണ് ചില ചിന്തകൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. നാം നിർവഹിക്കുന്ന സർവ ഇബാദത്തുകളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ നാം മുഅ്മിനാവണം എന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഇശാ നമസ്കാരം നിർവഹിച്ചാണ് നാം ഇരിക്കുന്നത്. ഇന്ന് നിർവഹിച്ച 5 വഖ്ത്, ഈ 5 വഖ്തും നമ്മിൽ നിന്ന് സ്വീകരിക്കപ്പെടണം. പാരത്രികമായ ലോകത്ത് അള്ളാഹു അടിമയുടെ കർമ്മങ്ങളിൽ ആദ്യമായി വിചാരണക്കെടുക്കുന്നത് നമസ്കാരമാണ്. നമസ്കാരം സ്വീകരിക്കപ്പെട്ടില്ല എങ്കിൽ ബാക്കിയുള്ള സർവ കർമ്മങ്ങളെയും അത് ബാധിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചവരാണ്. പക്ഷെ നമ്മുടെ ഈ നമസ്കാരം റബ്ബിലേക്ക് ഉയർന്നു പോവണമെങ്കിൽ കേവലം നമസ്കാരം കഴിഞ്ഞുകൊണ്ടുള്ള റബ്ബനാ തഖബ്ബൽ മിന്നി എന്ന ആ ഒരു ദുആ കൊണ്ട് മാത്രമായില്ല. അവിടെയാണ് അല്ലാഹുവിൻ്റെ ഖുർആൻ സംസാരിച്ചത്, വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ. ആ മുഅ്മിനെന്ന ആ ഒരു സ്ഥാനത്ത് നിന്ന്, ആ പദവിയിൽ നിന്ന് നാം മാറ്റി നിർത്തപ്പെടും. നമ്മുടെ അയൽവാസിയായ ഏതെങ്കിലും ഒരാള്, മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ, ഏതെങ്കിലും നിലക്ക് നമ്മൾ മൂലം എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, മറ്റേയും വേറെയും ഹദീസുകൾ കാണാം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅ്ദി ജാറഹു. അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫലാ യുഅ്ദി ജാറഹു, തൻ്റെ അയൽവാസിയെ ദ്രോഹിക്കരുത്. അയൽവാസിയെ ദ്രോഹിക്കരുത്. ആരാണ് നമ്മൾ? അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്ത് മുനാഫിഖീങ്ങളായ ആളുകളുടെ പ്രത്യേകതകൾ പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമിനന്നാസ്, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, മയ്യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമുണ്ട് എന്ന് പറയുന്നവരാണ്, പക്ഷെ അവർക്ക് വിശ്വാസമില്ല. അവര് വിശ്വാസികളല്ലെന്ന് അള്ളയാണ് പറയുന്നത്. എന്തേ കാരണം? ഈ പറയപ്പെട്ടതുപോലെയുള്ള പ്രവർത്തനങ്ങളിലൊന്നും അവർക്ക് ഒരു ശ്രദ്ധയുമില്ല. അപ്പൊ ഞാനും നിങ്ങളും അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നാം അല്ലാഹു നമ്മെ പഠിപ്പിച്ച ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയമായി തന്നെ അയൽവാസികളോടുള്ള നമ്മുടെ സമീപനങ്ങൾ അത് കൃത്യമായി ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതിൽ വീഴ്ച വരുത്താൻ പാടില്ല.
അയൽവാസികളായ ആളുകൾ നമ്മുടേതായ വാക്കുകൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു നിലക്കും ബുദ്ധിമുട്ടാൻ പാടില്ല. അപ്പൊ നമ്മൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രം വായിക്കുമ്പോ അബൂ ലഹബും അവന്റെ ഭാര്യയും ശപിക്കപ്പെടാനുണ്ടായ കാരണങ്ങളെ കുറിച്ച് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് അബൂ ലഹബ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരുത്തിവെച്ച ദ്രോഹങ്ങളൊക്കെ നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അയൽവാസിയായിരുന്നു. അവന്റെ ഭാര്യ ഉമ്മു ജമീൽ എന്തായിരുന്നു പ്രത്യേകിച്ച് പണി? വംറഅതു ഹമ്മാലത്തുൽ ഹത്ബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. നമ്മളൊക്കെ ഇങ്ങനെ വായിക്കാറുണ്ട്, ഓതാറുണ്ട്. എന്താ? കഴുത്തിൽ ഒരു കയറുമിട്ട് അവൾ അങ്ങനെ നടക്കും. ആ കയറുകൾ കൊണ്ട് അവൾക്ക് ലഭിക്കുന്ന വിറകുകളെല്ലാം തന്നെ ശേഖരിച്ച് കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക്, അവിടത്തേക്ക് പ്രയാസമുണ്ടാക്കുന്ന വിധത്തിൽ അത് കൊണ്ടുവന്ന് കൊട്ടുമായിരുന്നു അവള്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊട്ടുന്ന, അല്ലെങ്കിൽ അത് അങ്ങനെ പോകുന്ന രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു പൈപ്പിന്റെ കണക്ഷനോ ഒരു ചാലോ നമ്മിൽ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അവർ സ്നേഹത്തോടു കൂടി വന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ഒഴിവാക്കി തരണം, അതൊന്ന് മാറ്റിത്തരണം, വലിയ ബുദ്ധിമുട്ടുണ്ട്. അവരുടേതായ വീട്ടിന്റെ മുകളിലേക്ക് ചെരിഞ്ഞിൽക്കുന്ന ഏതെങ്കിലും ഒരു മരത്തിന്റെ കൊമ്പ് ഒരുപാട് കാലമായി പ്രിയപ്പെട്ടവരെ വന്ന് പറയുന്നു. പക്ഷെ ഇന്നേ വരെ അതൊന്ന് മുറിച്ചു കൊടുക്കാൻ അവർക്ക് പേടിയായത് കൊണ്ട് പറയാണ്. പിഞ്ചോമനകളെ ചേർത്ത് പിടിച്ച് ആ വീടിന്റെ താഴെ കഴിയുന്ന കുടുംബമാണ്. ആ മരം തന്റെ വീടിന്റെ മുകളിലൂടെ വന്ന് വീണാൽ ഉണ്ടാകാവുന്ന അപകടങ്ങളെ കുറിച്ചോർത്താണ് പല തവണ അവര് വന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ അനങ്ങുന്നില്ല. ഇത്തരത്തിലുള്ള സമീപനങ്ങള് ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകുവാൻ പാടില്ല എന്നതാണ് ഹദീസുകളിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഒരു വിശ്വാസിയാകുമ്പോ ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ അറിയോ? ഇങ്ങോട്ട് അവർ എന്തെങ്കിലും ഉപദ്രവങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും നിന്നിൽ നിന്ന് അങ്ങോട്ട് ഒരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. ഇങ്ങോട്ടുണ്ടായിട്ടല്ലേ, ഇങ്ങോട്ട് അവരെങ്ങനെയാണോ അങ്ങനെ ഞാൻ നിൽക്കൂ. വാശി പിടിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂല് ബന്ധം ചേർക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ഹദീസില് അവിടുന്ന് പറയുന്നുണ്ട്, എന്തെല്ലാം ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യുപകാരം ചെയ്യലല്ല. ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ട്, ഇങ്ങോട്ട് എങ്ങനെയാണോ അതേപോലെ അങ്ങോട്ട്. ഇതല്ല. ഇങ്ങോട്ട് ബന്ധം മുറിച്ചാലും അങ്ങോട്ട് നീ ബന്ധം സ്ഥാപിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ടവരാ നമ്മള്. അപ്പൊ ഇങ്ങോട്ട് ഏതെങ്കിലും നിലക്ക് അവർ എന്തെങ്കിലും ഉപദ്രവങ്ങൾ നമുക്ക് വരുത്തിയിട്ടുണ്ടെങ്കിലും, എന്താ ഹദീസ് അറിയോ? ഒരു ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, ആ ഹദീസ് തുടങ്ങുന്നത് സലാസത്തുൻ യുഹിബ്ബുഹുമുല്ലാഹ്, 3 വിഭാഗം ആളുകൾ അവരല്ലാഹുവിന് ഇഷ്ടമാണ്, അവരല്ലാഹുവിന് ഇഷ്ടമാണ്. അങ്ങനെ ആ ഹദീസ് തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ അല്ലാഹുവിന്റെ ഇഷ്ടം പറഞ്ഞു തുടങ്ങിയവരാ. ആ ഇഷ്ടം പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കണം. ഈ ഭൗതിക ലോകത്ത് നമുക്ക് നേടാവുന്ന ഏറ്റവും വലിയ നേട്ടം അതാണ്. ആര് നമ്മെ വെറുത്താലും, ആര് നമ്മെ അവഗണിച്ചാലും, നമ്മുടെ റബ്ബിന്റെ ഇഷ്ടം നമുക്ക് ലഭിച്ചാൽ, ആ റബ്ബിന്റെ പരിഗണന ലഭിച്ചാൽ അത് മതി നമുക്ക്, അല്ലേ? ആ ഇഷ്ടം നേടിയെടുക്കാനുള്ള 3 കാര്യങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്,
അതേ വറജുലു യകൂനു ലഹുൽ ജാറു യുഅദീഹി ജാറുഹു. ഒരു മനുഷ്യന് അതേ അവന്റെ അയൽവാസി അവനെ ഉപദ്രവിക്കുന്നുണ്ട്. അവന്റെ അയൽവാസിയിൽ നിന്ന് അവന് പല വിധത്തിലുള്ള ഉപദ്രവങ്ങളും ലഭിക്കുന്നുണ്ട്. അപ്പോഴോ ഫയസ്ബിറു അലാ അദാ, അവനതാ ആ ഉപദ്രവങ്ങൾക്ക് മേൽ അവൻ ക്ഷമിക്കുന്നു. ആ ഉപദ്രവങ്ങൾ ഉണ്ടായിട്ട് തിരിച്ച് ഉപദ്രവിക്കുന്നില്ല. അവനോട് അപ്പോഴും നല്ല നിലയിലാണ് വർത്തിക്കുന്നത്. അങ്ങനെ ക്ഷമയോടെ കഴിയുന്നു. ഏതുവരെ? ഹത്താ യുഫർരിഖ ബൈനഹുമാ മൗതുൻ ഔ തഅ്നുൻ, അവരെ വേർപിരിക്കുന്ന മരണം വരുന്നതുവരെ, അല്ലെങ്കിൽ അവൻ അവിടുന്ന് താമസം മാറുന്നതുവരെ അവൻ ക്ഷമിക്കുന്നു. ആ ക്ഷമിക്കുന്നവനെ റബ്ബിനിഷ്ടമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. അപ്പൊ നോക്കൂ, നിങ്ങൾ ഇങ്ങോട്ട് ഉപദ്രവിക്കുകയാണെങ്കിൽ പോലും അതേപോലെ നിന്നിൽ നിന്നുള്ള സമീപനമുണ്ടാകുവാൻ പാടില്ല. നീ ക്ഷമിക്കണം. അത് മരണം വരെയാണെങ്കിലും ശരി. അങ്ങനെയാണല്ലോ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. ഒരു വിശ്വാസി അവന്റെ സമ്പത്തിലും അവന്റെ ശരീരത്തിലും അവന്റെ മക്കളിലും അതാ അവൻ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഏതുവരെ? അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ, മരണം വരെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഈ അയൽവാസിയുടെ ഉപദ്രവം മരണം വരെ ഉണ്ടെങ്കിൽ പോലും നീ വിശ്വാസിയാകുന്നത് നീ തിരിച്ച് ഉപദ്രവിക്കുമ്പോഴല്ല, നീ ക്ഷമയോട് അതിനെ നേരിടുമ്പോഴാ. നീ ക്ഷമിക്ക്. അങ്ങനെയല്ലേ വിശുദ്ധ ഖുർആനും പഠിപ്പിച്ചത്? ഏത് തിന്മകളെയും നന്മകൾ കൊണ്ട് നിങ്ങൾ തടുക്കണേ. അങ്ങനെ വന്നാൽ ഏത് ശത്രുവും നിങ്ങളുടെ മിത്രമായി തീരുന്നതാണ്. അല്ലേ? ഇത് ഖുർആനിന്റെ അധ്യാപനമാണ്. അതുകൊണ്ടാണ് ഈമാനുള്ള മനസ്സിന്റെ ഉടമകളോട് അല്ലാഹ് പറയുന്നത്, മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു. ഈമാനുള്ളവരെ, നിങ്ങൾ അയൽവാസികളെ ഉപദ്രവിക്കണം എന്നല്ല, ഉപദ്രവിക്കരുതേ എന്നു മാത്രമല്ല അല്ലാഹ് പറയുന്നത്, മറിച്ച് അവനെ നിങ്ങൾ ആദരിക്കണം. ഫൽയുക്രിം ജാറഹു എന്നാണ് അല്ലാഹുവിന്റെ റസൂല് ഒരു ഹദീസിൽ പറഞ്ഞത്. മറ്റൊരു ഹദീസിൽ കാണാം, മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുഹ്സിൻ ഇലാ ജാരിഹി. അവനതാ അവന്റെ അയൽവാസിക്ക് നന്മ ചെയ്യട്ടെ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ ഈമാനുള്ളവരുടെ പ്രത്യേകത പറയാ. അയൽവാസികളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാ പറഞ്ഞത്? ഒരാളിൽ ഈമാൻ ഉണ്ടാകുന്നത് അവനിൽ നിന്ന്, അവന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അവന്റെ അയൽവാസി നിർഭയനാകുമ്പോ. മറ്റൊരു ഹദീസിൽ പറഞ്ഞത്, ഒരു ഈമാനുള്ള അല്ലാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസി അയൽവാസിയെ ഉപദ്രവിക്കുകയില്ല. മറ്റൊരു ഹദീസ്, ഫൽയുക്രിം ജാറഹു, അവന്റെ അയൽവാസിയെ അവൻ ആദരിക്കും. ഫൽയുഹ്സിൻ ഇലാ ജാരിഹി, അവന്റെ അയൽവാസിക്ക് അവൻ നന്മ ചെയ്യും. നന്മയാണ് ചെയ്യുക. അതിനർത്ഥം അയൽവാസിക്ക് ഇവനിൽ നിന്ന് ഒരു ഉപദ്രവം ഉണ്ടാവുകയില്ല എന്നർത്ഥം. ഒരു ഉപദ്രവം ഉണ്ടാവുകയില്ല. ഏതെങ്കിലും നിലക്കുള്ള ഉപദ്രവം നമ്മളിൽ നിന്ന് അയൽവാസികൾക്ക് ഉണ്ടാകുന്നതാണ് നാം ചെയ്യുന്ന തിന്മകളിൽ ഏറെ ഗൗരവമുള്ളത്. അത് നമ്മൾ ശരിക്കൊന്ന് മനസ്സിലാക്കണം. മറ്റുള്ളവരോട് ചെയ്യുന്ന
തിന്മകളേക്കാൾ ഏറ്റവും വലിയ തിന്മയാണ് നമ്മിൽ നിന്ന് നമ്മുടെ അയൽവാസികൾക്ക് ഉണ്ടാകുന്നത്. നമ്മൾ ചെയ്യുന്ന തിന്മകൾ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ഇത്തരം വിഷയത്തിന്റെ ഗൗരവങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കേവലം അയൽവാസികളോടുള്ള ബാധ്യത എന്ന് പറയുമ്പോ വയറ് നിറച്ച് ഉണ്ണുന്ന ഹദീസ് നമ്മളൊക്കെ കുഞ്ഞുനാളിലേ കേൾക്കുന്നതാ. അവിടെ നിന്നിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞില്ലേ, പ്രവാചകന് ഈ വസീയത്തുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നപ്പോ റസൂലുള്ളാഹിക്ക് തോന്നിയില്ലേ, അന്നഹു സയുവരിസുഹു, അവന് എന്റെ അനന്തരാവകാശം പോലും ഞാൻ കൊടുക്കേണ്ടി വരുമോ എന്നെനിക്ക് തോന്നിപ്പോയി എന്ന്. അത്ര ഗൗരവത്തോടു കൂടിയാ പഠിപ്പിച്ചത്. ഇനി നോക്കൂ നിങ്ങൾ ഒരു ഹദീസ്. എന്താ? മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഅൽതു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്യു ദംബി അഅലമു ഇൻദല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഗുരുതരമായ പാതകം ഏതാണ്? ഏറ്റവും വലിയ തിന്മ ഏതാണ് പ്രവാചകരെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൻത ജഅല ലില്ലാഹി നിദ്ദാ വഹുവ ഖലഖക. നീ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കലാണ്, അവനാണ് നിന്നെ സൃഷ്ടിച്ചതെന്നിരിക്കേ. സൃഷ്ടിച്ച റബ്ബിന് സമന്മാരെ ഉണ്ടാക്കലാണ് ഏറ്റവും വലിയ തിന്മ. അതേ പടച്ച റബ്ബിനെ പോലെ കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനും ഉണ്ടെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. അങ്ങനെ അള്ളാഹുവിലേക്ക് അർപ്പിക്കേണ്ട ആരാധനാ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് മുന്നിൽ അർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ അതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ തിന്മയായി പഠിപ്പിക്കപ്പെടുന്നത്. എന്നിട്ട് തീർന്നില്ല. ഖുൽതു, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പിന്നെയും ചോദിച്ചു, ഇന്ന ദാലിക ലഅദീം. അതേ, അത് ഗൗരവം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞാൽ അത് ഗൗരവ വിഷയം തന്നെയാണ്. ഖുൽതു സുമ്മ അയ്യ, പിന്നെ ഏതാ റസൂലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അൻ തഖ്തുല വലദക തഖാഫു അൻ യത്അമ മഅക. നിന്റെ കൂടെ ഭക്ഷിക്കുമോ എന്ന് ഭയന്ന് നിന്റെ കുട്ടിയെ നീ കൊന്നുകളയലാണ്. അല്ലേ? ഭക്ഷണം കൊടുക്കാൻ വകയില്ലാത്തതിന്റെ പേരിൽ മക്കളെ കൊല്ലലാണ്. ഇന്ന് ഭക്ഷണം ഉണ്ട്, എന്നാലും മക്കള് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുക. വഴിവിട്ട ജീവിതം ഉമ്മ നയിക്കുന്നു, വാപ്പ നയിക്കുന്നു. അങ്ങനെ വന്നപ്പോ മക്കള് തടസ്സമായി വരുന്നു. പിന്നെ എറിഞ്ഞോ അടിച്ചോ എങ്ങനെയെങ്കിലും കൊന്നുകളയല, കഴിക്കാനായിട്ടല്ല. ഇതുവരെ വലിയ പാതകമായി പഠിപ്പിക്കപ്പെട്ടതാ. അപ്പൊ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നതോ എത്ര ഗൗരവമുള്ള വിഷയായിരിക്കും. മൂന്നാമതായി വീണ്ടും അദ്ദേഹം ചോദിക്കുകയാണ്, സുമ്മ അയ്യ്, പിന്നെ ഏതാ പ്രവാചകരെ? എന്നിട്ട് റസൂലുള്ള പറഞ്ഞത് നോക്കണേ നിങ്ങള്, അൻതുസാനിയ ഹലീലത ജാരിക. എന്തറിയോ? നിന്റെ അയൽവാസിയുടെ ഭാര്യയെ നീ വ്യഭിചരിക്കലാണ് എന്ന് പറഞ്ഞാൽ അത്ര വിശ്വാസത്തോടുകൂടി കഴിയേണ്ടവരാണ് അയൽവാസികൾ. അവിടെ വഞ്ചന കാണിക്കപ്പെടുന്നു, അവിടെ വഞ്ചന കാണിക്കപ്പെടുന്നു. അയൽവാസിയുടെ ഭാര്യയുമായി വ്യഭിചരിക്കല്, ശിർക്ക് പറഞ്ഞ്, കൊലപാതകം പറഞ്ഞ്, മൂന്നാമത്തെ പാതകമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. അവിടെ നിന്നോ? ഇല്ല. അവിടുന്ന് പിന്നെ പറഞ്ഞ വിഷയമുണ്ട്. എന്താണെന്നറിയോ? മഹാനായ സ്വഹാബി മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം തന്റെ അനുചരന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിനവര് കൊടുക്കുന്ന മറുപടിയും അതിനെ തുടർന്ന് അദ്ദേഹം പറയുന്ന ചില വാക്കുകളുമുണ്ട്. എന്തറിയോ? അദ്ദേഹം ചോദിക്കുക ജനങ്ങളോട്, മാ തഖൂലൂന ഫിസ്സിനാ, വ്യഭിചാരത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്?
വ്യഭിചാരത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ സമയത്ത് ജനങ്ങൾ പറയാണ് ഹറാം, ഹറമഹുല്ലാഹു വറസൂല, അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും ഹറാമാക്കിയ ഹറാമായ ഒരു കാര്യമാണ്. ഫഹുവ ഹറാമുൻ ഇലാ യൗമിൽ ഖിയാമ, അത് ഖിയാമത്ത് നാൾ വരെ ഹറാമാണ്. അല്ലേ? ഒരു നിലക്കും അതിനോട് അടുക്കാൻ പാടില്ല. വലാ തഖറബുസ്സിനാ, അല്ലാഹുവിന്റെ ഖുർആൻ ശബ്ദിച്ചത് അതിനോട് അടുത്തു പോവരുതേ, അത് പ്രവർത്തിക്കരുതേ എന്നല്ല. അതുകൊണ്ടാണ് അടുക്കാവുന്ന എല്ലാ വാതിലുകളും ഇസ്ലാം കൊട്ടിയടച്ചു. കണ്ണുകൊണ്ട് അനാവശ്യം കാണല് കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. കാതുകൊണ്ട് അനാവശ്യം കേൾക്കല്, അതുകൊണ്ട് നാവ് കൊണ്ട് അനാവശ്യം പറയല്, അങ്ങനെ ശരീരത്തിന്റെ അവയവങ്ങളാൽ അതിലേക്ക് എത്താവുന്ന വിധത്തിലുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളിലേക്ക് ആരൊക്കെ ഏതൊക്കെ സമയത്ത് ഏർപ്പെടുന്നുവോ അതെല്ലാം ആ അവയവങ്ങൾ കൊണ്ടുള്ള വ്യഭിചാരമാണെന്ന് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു വാക്കുണ്ട്, ഫഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ലി അൻ യസ്നിയ റജുലു ബിഅശ്രി നിസ്വത്തിൻ ഐസറു അലൈഹി മിൻ അൻ യസ്നിയ ബിഇംറഅതി ജാരിഹി. എങ്ങനെയാ റസൂലുള്ളാഹി പഠിപ്പിക്കുന്ന വിഷയം നോക്കൂ നിങ്ങൾ. അവിടെ നിന്ന് പറയാം, ഒരാള് 10 സ്ത്രീകളെ വ്യഭിചരിക്കലാണ് തന്റെ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുന്നതിനേക്കാൾ അയാൾക്ക് എളുപ്പമായത് എന്ന് പറഞ്ഞാൽ, ഒരു അയൽവാസിയുടെ ഭാര്യയുമായി ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് 10 സ്ത്രീകളുമായി വ്യഭിചരിക്കുന്ന ഗൗരവത്തോടുകൂടിയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരോട് ചെയ്യുന്ന തിന്മകളേക്കാൾ ഗൗരവമാണ് അയൽവാസികളോട് ചെയ്യുന്ന തിന്മകൾ. അത് പഠിപ്പിക്കുകയാണ്. നീ തന്റെ അയൽവാസിയുമായി വ്യഭിചരിക്കുക, അതിന് പിന്നെ ഏതൊക്കെ വിധത്തിലുള്ള പ്രവർത്തനങ്ങളിലുണ്ടോ, അതൊരു ചാറ്റിംഗ് ആവാം, എന്തു തന്നെയാണെങ്കിലും അത് 10 സ്ത്രീകളുമായി വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. പിന്നെ അതിനുശേഷം മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന, മാ തഖൂലൂന ഫിസ്സരിഖ, മോഷണത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? മോഷണത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? ജനങ്ങൾ പറഞ്ഞു, ഹറമ അല്ലാഹു വറസൂലു, അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും അത് ഹറാമാക്കി. ഫഹിയ ഹറാം, അതുകൊണ്ട് അത് ഹറാമാണ്, പാടില്ല. അവിടെയും അതാ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, 10 വീട്ടിൽ നിന്ന് വ്യഭിചരിച്ചാൽ, 10 വീട്ടിൽ നിന്നൊരാള് മോഷണം നടത്തിയാൽ എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണോ അതേ ഗൗരവമാണ് അയൽവാസിയുടെ ഒരു വീട്ടിൽ നിന്ന് മോഷ്ടിക്കല്. നിന്റെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുക എന്നുള്ളത് 10 വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക. അപ്പൊ നമ്മിൽ നിന്ന് അയൽവാസികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള വല്ല തിന്മകളും ഉണ്ടായാൽ, നമ്മൾ വല്ല തിന്മകളും അവരോട് പ്രവർത്തിച്ചാൽ അത് ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് ഫൽയുഹ്സിൻ ഇലാ ജാരിഹി ഫൽയുക്രിം, അതിന്റെ അയൽവാസിയോട് നന്മ ചെയ്യണം, ആദരിക്കണം, ബഹുമാനിക്കണം, ഉപദ്രവിക്കരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ അക്കമിട്ട് പഠിപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്ന് സ്വഹാബത്ത് പറയുന്നുണ്ട്, ഇന്ന ഫുലാന, ഒരു പെണ്ണുണ്ട്, തഖൂമുൽ ലൈല വതസൂമുൻ നഹാർ, അവള് പകല് മുഴുവനും നോമ്പെടുക്കുന്നവളാ, രാത്രി മുഴുവനും ദീർഘമായി നമസ്കരിക്കുന്നവളാ.
വതഫഅലു വതസദ്ദഖു വതുഅദി ജീറാനഹാ ബിലിസാനിഹാ. അവള് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, അവള് സ്വതക്ക നൽകുന്നുണ്ട്, പക്ഷേ ഒരു കുഴപ്പമുണ്ട്. വതുഅദി ജീറാനഹാ ബിലിസാനിഹാ. അവള് തന്റെ നാവ് കൊണ്ട് അവളുടെ അയൽവാസിയെ ഉപദ്രവിക്കുന്നുണ്ട്. ഈ പെണ്ണിന്റെ അവസ്ഥ എന്താ റസൂലേ? ഇതാ സ്വഹാബത്തിനറിയേണ്ടത്. എന്താ നാവ് കൊണ്ട് ഉപദ്രവിക്കല്? ഏഷണി പറയലാണ്, പരദൂഷണം പറയലാണ്. ഇങ്ങനെ നാവ് കൊണ്ട് ഒരുത്തന്റെ മനസ്സ് വേദനിപ്പിക്കാവുന്ന എന്തെല്ലാം വാക്കുകളുണ്ടോ അത് പറയുന്നവളാണ്. ഒരുത്തന്റെ കണ്ണുനീര് കാണാൻ പറ്റുന്ന വിധത്തിലും നാവ് കൊണ്ട് എന്ത് പറയാൻ പറ്റുമോ അത് പറയുന്ന പെണ്ണാണ്. പക്ഷെ അവൾ ആരാണ്? രാത്രി മുഴുവനും ദീർഘമായി നമസ്കരിക്കുന്നവളാ, ഖിയാമുൽ ലൈൽ നിർവഹിക്കുന്നവളാണ്, പകല് നോമ്പെടുക്കുന്ന പെണ്ണാണ്, സ്വതക്ക നൽകുന്ന പെണ്ണാണ്, മറ്റു സൽക്കർമ്മങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മുന്നിലാണ് ഇത്തരം കേസ് വന്നതെങ്കിൽ നമ്മൾ പറയും അതിപ്പോ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറയുന്നതല്ലേ, ഓള് പകല് മുഴുവനും നോമ്പെടുക്കുന്ന പെണ്ണല്ലേ, ഓളൊക്കെ സ്വർഗത്തിൽ പോയാൽ പിന്നെ ആരാ സ്വർഗത്തിൽ പോകുക എന്നായിരിക്കും നമ്മുടെ മറുപടി. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് വഹയിന്റെ അടിസ്ഥാനത്തില് കൊടുത്ത മറുപടി നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ലാ ഖൈറ ഫീഹാ ഹിയ മിൻ അഹ്ലിൻ നാർ. അവളുടെ അവസ്ഥ എന്താണെന്നോ? അവളിൽ ഒരു നന്മയുമില്ല. അപ്പൊ നിർവഹിച്ചതോ എല്ലാം ബാത്തില്. അവളിൽ ഒരു നന്മയുമില്ല. നന്മയില്ലാത്ത പെണ്ണ് പിന്നെ എവിടെ? അവള് അള്ളാഹുവിന്റെ നരകത്തിലാ. അപ്പൊ ചെയ്ത നന്മയ്ക്ക് എന്തേയി? എല്ലാം ബാത്തിലായി പോയി. എന്തേ കാരണം? അവളിൽ നിന്ന് പറയാനുള്ളത് ഒരു തിന്മയേ ഉള്ളൂ. അയൽവാസികളെ നാവ് കൊണ്ട് ഉപദ്രവിക്കുന്നവളാണ്. ആ തിന്മ കാരണം മണിക്കൂറുകളെ എടുത്ത നോമ്പ്, ദീർഘമായി നിന്ന് നമസ്കരിച്ച നമസ്കാരം എല്ലാം ബാത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ വാക്ക് പറയാൻ അത്ര സമയമൊന്നും എടുത്തിട്ടുണ്ടാവൂല അല്ലേ? അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു വ്യക്തിയുടെ സ്വർഗ നരകം തീരുമാനിക്കുന്നതിൽ അവന്റെ അയൽവാസിയോടുള്ള സമീപനം അത് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസിൽ കാണാം, ലാ യദ്ഖുലുൽ ജന്നത മൻ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു. അങ്ങനെ ഹദീസ്. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പോകൂല, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല. മൻ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു. ആരാ? തന്റെ ഉപദ്രവത്തിൽ നിന്ന് തന്റെ അയൽവാസി സുരക്ഷിതനല്ലാത്തവൻ, നിർഭയനല്ലാത്തവൻ, അവൻ സ്വർഗത്തിൽ പോവുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ടാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഇദാ തബഖ്ത മറഖതൻ, അബൂദറേ, ഒരു കറി താങ്കൾ വെക്കുകയാണെങ്കിൽ ഫഅക്സിർ മാഅഹാ, അതിൽ കുറച്ച് വെള്ളം ചേർക്ക്. വതആഹദ് ജീറാനക, എന്നിട്ട് അത് നിന്റെ അയൽവാസിയെ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം നീ തയ്യാറാക്കേണ്ടത് എന്ന് അബൂദർ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മിലേക്ക് ഓടിയെത്തേണ്ടവർ നമ്മുടെ അടുത്തുള്ള അയൽവാസികളാണ് അല്ലേ? നമ്മുടെ കുടുംബങ്ങളാവണമെന്നില്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ നമ്മിലേക്ക് ഓടി വരേണ്ടത് നമ്മുടെ അയൽവാസികൾ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ആ അയൽവാസികളുമായി നല്ല ഒരു ബന്ധം, ഒരിക്കലും അവരിൽപ്പെട്ട ഏതെങ്കിലും ഒരാള് മരണപ്പെട്ടിട്ടാവാൻ പാടില്ല. ആ വീട്ടിലേക്ക് നമ്മൾ ചെല്ലുന്ന ഒരവസ്ഥ ഒരു മയ്യത്ത് കാണാൻ വേണ്ടി മാത്രമാവരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പല വാർത്തകളും കേൾക്കാറുണ്ട്. കൊലപാതകം നടന്ന് ആഴ്ചകൾ കഴിഞ്ഞ് ആ വീട്ടിൽ പിന്നെ
ബോഡി കിട്ടുന്നത് ആഴ്ചകൾക്ക് ശേഷം അല്ലെങ്കിൽ 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ന്യൂസുകൾ നമ്മൾ കാണാറുണ്ട്. അയൽവാസികൾ പോലും അറിഞ്ഞില്ല ആ വീട്ടിൽ ഒരാൾ മരിച്ചു കിടക്കുന്നത്. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഇന്ന് വന്നുകൊണ്ടിരിക്കുക. എത്രയോ ന്യൂസുകൾ അങ്ങനെ കേൾക്കുന്നത്. നേരത്തെ റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് ശ്രദ്ധിക്കണേ, അയൽവാസികൾ തമ്മിലുള്ള ആ ബന്ധം, ചീത്ത അയൽപക്ക ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു കണക്ഷനുമില്ലാത്ത വിധത്തിൽ, ഒരു ബന്ധവുമില്ലാത്ത വിധത്തിൽ, അറിയാത്ത വിധത്തിൽ ആ ഒരവസ്ഥ ലോകത്ത് അധികരിക്കും. ഖിയാമത്ത് നാള് അതിന്റെ അടയാളമായി റസൂലുള്ളാഹി പറഞ്ഞതാ. അയൽവാസികൾ അറിയുന്നില്ല മരിച്ചത്. പിന്നീട് ദുർഗന്ധം വമിക്കുമ്പോഴാണ് പലപ്പോഴും ആളുകൾ അതിനെക്കുറിച്ച് അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത്തരമൊരു അവസ്ഥ ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല എന്നതാണ് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പഠിപ്പിച്ച അധ്യാപനങ്ങളെല്ലാം നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു നല്ല അയൽവാസിയായി നമുക്ക് മാറാൻ സാധിക്കണം. അത് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് വേണ്ടിയാണ്. നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ ഇവരാണ് ഏറ്റവും നല്ല ആളുകൾ എന്ന് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസിൽ കാണാം, ഖൈറുൽ ജീറാനി ഇൻദല്ലാഹി ഖൈറുഹും ലിജാരിഹി. അല്ലാഹുവിങ്കൽ ഉത്തമൻ ആരാന്നറിയോ? അയാൾ തന്റെ അയൽവാസിക്ക് ഗുണം ചെയ്യുന്നവനാണ്. ജനങ്ങൾക്കിടയിൽ നല്ല സർട്ടിഫിക്കറ്റ് കിട്ടാനല്ല, നമുക്ക് തിരിച്ചു പോകാൻ ഒരു ലോകമുണ്ട്. അവിടെ നല്ലവനായി നമ്മൾ വരണം. അവിടെ അല്ലാഹുവിന്റെ മുന്നിൽ ഉത്തമനായി നമ്മൾ വരണം. ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്നത് ഈ പറയപ്പെട്ട കാര്യങ്ങളിലെല്ലാം കൃത്യമായ പ്രമാണബദ്ധമായ നിലപാട് സ്വീകരിക്കുമ്പോഴാണ്. തൗഹീദിന്റെ വക്താക്കളാണ് നമ്മൾ. പക്ഷേ ആ ലാ ഇലാഹ ഇല്ലല്ലയുടെ വിഷയത്തിൽ പെട്ടതാണ് അല്ലാഹുവിന്റെ കൽപ്പനകളും പ്രവാചകന്റെ തീരുമാനങ്ങളും പരിപൂർണമായി അനുസരിക്കുക എന്നത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു ചെറുപ്പക്കാരൻ മരിക്കാൻ കിടക്കുക. ആ മരിക്കാൻ കിടക്കുന്ന ചെറുപ്പക്കാരനോട് അവന്റെ കുടുംബങ്ങൾ, അവന്റെ അടുത്ത ബന്ധുക്കള് അവന്റെ ഓരത്തിരുന്ന്, ഓനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയടാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവന്റെ കൈകൾ കൊണ്ട് ആ മരിക്കാൻ കിടക്കുന്ന സമയത്തും അവൻ താളം പിടിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? അവൻ സംഗീതം കേട്ട് അതിലൂടെ ജീവിതത്തിന്റെ വിലപ്പെട്ട സമയങ്ങളെ, അവന്റെ സമ്പത്തിനെ, അവന്റെ ആരോഗ്യത്തെ അങ്ങനെയുള്ള വിനോദങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി നശിപ്പിച്ചവനാണ്. ആ മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല. അവൻ ആ സമയത്ത് ഇതേ ഉണ്ടാവുകയുള്ളൂ. അവന്റെ കൈകൾ കൊണ്ട് താളം പിടിച്ചുകൊണ്ടവൻ മരിക്കും. പറയുന്നത് കേൾക്കുന്നുണ്ട്, മറ്റുള്ളവർ ചൊല്ലിക്കൊടുക്കുന്നുണ്ട്, കഴിയില്ല. നമ്മളും വിചാരിക്കുന്നത് അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവണമെന്നാണല്ലോ. അതിന് പ്രിയപ്പെട്ടവരെ, റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് നമ്മള്. പോരാ, റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യേകതകള്, റബ്ബിന്റെ കൽപ്പനകള്, പ്രവാചകന്റെ തീരുമാനങ്ങള്, ഏത് വിഷയത്തിലും എന്തു തന്നെയാണെങ്കിലും അതിന്റെ മുന്നിൽ സമിഅനാ വഅതഅനാ എന്ന നിലപാട് സ്വീകരിക്കുമ്പോഴാ നമ്മളൊക്കെ ഇത്തരത്തിലുള്ള ആളുകളായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേട്ട ഹദീസുകളിൽ നിന്ന്, ആയത്തുകളിൽ നിന്ന് ഞാനും നിങ്ങളുമൊക്കെ ഒരു നല്ല അയൽവാസിയായി നാളെ റബ്ബിന്റെ മുന്നിൽ വരുമെന്ന ബോധം നമുക്കുണ്ടാവണം. ഇല്ലേ, നമ്മുടെ അയൽവാസികൾ നാളെ നമുക്കെതിരായി റബ്ബിന്റെ കോടതിയിൽ സംസാരിക്കാനുണ്ടാകും. ഇത് ഇവിടം കൊണ്ട് തീരൂല, അല്ലേ? ഇവിടം കൊണ്ട് തീരൂല. ചില ആളുകള്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, മരിച്ചു കഴിഞ്ഞ് മയ്യത്തിങ്ങനെ പള്ളിയുടെ മുൻപിൽ ഒന്നാമത്തെ സൊഫിൽ ഇങ്ങനെ വെച്ച് നമസ്കാരം തുടങ്ങാൻ നേരത്തെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ഈ വ്യക്തി നമുക്കിടയിൽ ജീവിച്ചയാളാണ്, വാക്കുകളാൽ പ്രവർത്തനങ്ങളാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കണം, പറയാം. അത് പറയണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല,
പറയേണ്ടതാണ്. പക്ഷേ നമ്മള് മരിച്ചിട്ട് നമ്മുടെ മയ്യത്ത് ഇങ്ങനെ പള്ളിയുടെ ഒന്നാമത്തെ സൊഫിൽ കിടത്തിയിട്ട് ഇത് മറ്റുള്ളവർ പറയുമ്പോഴേ നമ്മൾ വേദനിപ്പിച്ച കുറെ ആളുകൾ നമുക്ക് മുമ്പേ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ നമുക്ക് പുറത്തു തരും? നമ്മൾ വേദനിപ്പിച്ചവർ നമുക്ക് മുമ്പേ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെവിടെ? അവര് വരുന്ന ലോകമുണ്ട്, പരലോകം. അന്ന് അവര് നമുക്ക് ചുറ്റും വളയും. റസൂലുള്ളാഹി പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അതദ്റൂന മനിൽ മുഫ്ലിസ്, എല്ലാം നഷ്ടപ്പെട്ടവനാരാ നിങ്ങൾക്കറിയുമോ? പാപ്പരായവനാരാ നിങ്ങൾക്കറിയുമോ? സ്വഹാബത്ത് പറഞ്ഞു, മല്ലാ ദിർഹമൽ, ഒരു ദിർഹമിന് പോലും വകയില്ലാത്തവൻ. റസൂലുള്ളാഹി പറഞ്ഞ, എന്റെ ഉമ്മത്തിൽ അതൊന്നുമല്ലട്ടോ. സ്കരിച്ച് നോമ്പെടുത്ത് സക്കാത്ത് കൊടുത്ത ഒരാൾ വരാണ്ട്, പക്ഷേ അവൻ സ്വർഗത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവന്റെ ചുറ്റും കുറെ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടും. അവൻ അറിയാത്തവരെന്നല്ല, അവന്റെ അയൽവാസികളുണ്ട്, കുടുംബക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്. ഇവൻ മൂലം അവരുടെ കണ്ണ് നനഞ്ഞിട്ടുണ്ട്. ഇവൻ മൂലം മനസ്സ് വേദനിച്ചവർ വാക്കുകളാൽ, പ്രവർത്തനങ്ങളാൽ ആ വേദനിച്ച മനസ്സുകൾ തണുപ്പിക്കാതെ ഇവൻ മരണപ്പെട്ടു, അല്ലെങ്കിൽ അവർ മരണപ്പെട്ടു ഇവന് മുമ്പേ. അല്ലേ? അത്തരമൊരു സാഹചര്യം വരുന്നതിനെ കുറിച്ച് ഒന്ന് പേടിക്കണേ. കാരണം എന്താ അറിയോ? അവിടുന്ന് ആ പടച്ചോൻ ഇത് വീട്ടുന്നത് എങ്ങനെയാ വീട്ടുന്നത്? വാക്കുകൾ കൊണ്ട് ഒന്ന് കെട്ടിപ്പിടിച്ചെന്നൊക്കെ പൊരുത്തപ്പെടട്ടോ എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അവിടുന്ന് റബ്ബ് വീട്ടുന്നത് നമ്മൾ നിർവഹിച്ച, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മൾ നിർവഹിച്ച് സ്വരൂപിച്ചു കൂട്ടിയ സൽക്കർമ്മങ്ങളുണ്ടല്ലോ, ആ സൽക്കർമ്മങ്ങളാണ് അല്ലാഹ് അവർക്ക് എങ്ങനെ എടുത്തു കൊടുക്കുക. നോമ്പെടുത്തു കൊടുക്കുക, ഹജ്ജെടുത്തു കൊടുക്കുക. അവസാനം എന്നിട്ടും കർമ്മങ്ങൾ തീർന്നിട്ടും ഈ ബാധ്യത, കടമകൾ തീർന്നിട്ടില്ലെങ്കിൽ അവർ ചെയ്ത തിന്മകള് ഇങ്ങോട്ട് റബ്ബ് നമുക്ക് തരിക. അവസാനം ഈ കർമ്മങ്ങളെല്ലാം ഉണ്ടായിട്ട് പരലോകത്തെത്തിയ മനുഷ്യൻ നരകത്തിലേക്ക് എറിയപ്പെടുന്ന ഒരു സാഹചര്യം ഇതാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ മൂലം എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മുടെ അയൽവാസികൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇന്നവർ ഹയാത്തിലുണ്ടെങ്കിൽ ചെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. പിന്നെ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു, അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു, പക്ഷെ നീക്ക് പുറത്തു തരണം, ഇനി ഒന്നും ഉണ്ടാവൂല എന്ന രൂപത്തിൽ ഒരു കെട്ടിപ്പിടുത്തം, ഒരു സലാം കൊടുത്ത്, ഒരു കൈ കൊടുത്ത് പിരിയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചാൽ, ഒരുപക്ഷെ ഇന്നത്തെ രാവ് നമ്മുടെ അവസാനത്തെ ഉറക്കമാണെങ്കിൽ നാളത്തെ പുലരിയിൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കാൻ നമ്മളില്ലാതാകുമെങ്കിൽ പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട്. കാരണം എവിടുന്നും എപ്പോഴും മരണം സംഭവിക്കാം, അല്ലേ? മരണം സംഭവിക്കാം. പെട്ടെന്നുള്ള ഒരുപാട് മരണത്തിന്റെ വാർത്തകൾ നമ്മൾ കേട്ടു. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾ മുഴുവനും മരണപ്പെട്ടു. ഒരുമിച്ച് വിനോദയാത്ര പോയവർ പിന്നീട് തിരിച്ചു വന്നത് ഓരോരുത്തരും ഓരോ വാഹനങ്ങളിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ജീവിതമെന്ന് പറയുന്നത്. അതിനു മുമ്പ് നമ്മുടെ ബാധ്യതകളെല്ലാം തീർത്ത് ഒരു നല്ല അയൽവാസിയാവുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഒരു യഥാർത്ഥ മുഅ്മിനായിരിക്കണം നമ്മൾ. മരിക്കുന്ന സമയം യഥാർത്ഥ മുഅ്മിനായിരിക്കണം. നമ്മുടെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുൽ മൗത്ത് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സ്വർഗത്തിലെ കഫം പുടവയുമായി, സ്വർഗത്തിലെ സുഗന്ധദ്രവ്യങ്ങളുമായി വഅബ്ശിറൂ ബിൽ ജന്ന എന്ന സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട്, സലാം പറഞ്ഞുകൊണ്ട്, ഒരു കൂജയെന്ന വെള്ളം ഒഴുകുന്ന പോലെ നമ്മുടെ റൂഹ് പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് പോകാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. അതിനുവേണ്ടി പണിയെടുക്കുക. അതിനുവേണ്ടി വന്ന പിഴവുകളെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മൾ ആരുടെ മുന്നിലും താഴ്മ കാണിക്കണം, അഥവാ വിട്ടുവീഴ്ച കാണിക്കണം. ഒരിക്കലും നമ്മുടെ സ്റ്റാറ്റസ് കുറയൂല. നമ്മൾ എത്ര താഴ്ന്നവരോടാണെങ്കിൽ പോലും, നമ്മളെക്കാൾ സാമ്പത്തികമായി നിലവാരം കുറഞ്ഞവരാണ് നമ്മുടെ അയൽവാസികളെങ്കിലും, നമ്മൾ മൂലമുണ്ടായ ഒരുപാട് ഉപദ്രവങ്ങളിൽ, പ്രയാസപ്പെടുത്തലുകളിൽ നീറി കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്.
പ്രിയപ്പെട്ടവരെ, ചെല്ലണം, പറയണം, എല്ലാം പൊരുത്തപ്പെടിക്കണം. എന്നാലേ നമ്മുടെ അമലുകളൊക്കെ റബ്ബിലേക്കാണ് ഉയർന്നു പോവുകയുള്ളൂ എന്നുള്ളതും ഗൗരവത്തോടെ മനസ്സിലാക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പെരുന്നാൾ സുദിനമാണ് നമ്മിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കാനുള്ള സമയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്ന പാവപ്പെട്ട ആളുകളുണ്ട്. നമ്മുടെ മക്കൾക്ക് നമ്മൾ പുതിയ ഡ്രസ്സുകളും പുതിയ ബാഗും കുടയും പുസ്തകങ്ങളും ഒക്കെ വാങ്ങുന്ന നേരത്ത് പ്രിയപ്പെട്ടവരെ, പ്രയാസപ്പെടുന്ന, പഴയത് തപ്പിയെടുത്തുകൊണ്ടിരിക്കുന്ന, പഴക്കുടകൾ തപ്പിയെടുത്തുകൊണ്ടിരിക്കുന്ന, പഴയ ബാഗ് തുന്നിച്ചേർത്ത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോകാനിറങ്ങുന്ന മക്കളുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ ഒന്ന് കാണാനും അവർക്ക് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ആ രൂപത്തിലുള്ള കാര്യങ്ങളിലും നമ്മളൊന്ന് താല്പര്യം കാണിക്കണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തം നാളെ സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പുറത്തു മാപ്പ് നൽകി നിന്റെ സജ്ജനങ്ങളിൽ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ മാതാപിതാക്കള്, സഹോദര സഹോദരിമാര്, പണ്ഡിതന്മാര്, അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി ഖബറിടങ്ങൾ സ്വർഗീയ പൂങ്കാവനമാക്കി തീർക്കണമേ റഹ്മാനെ. ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹുവേ പരിപൂർണ ശിഫയും ആശ്വാസവും സമാധാനവും ശമനവും നൽകി അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളേവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.